ഇത് അവസാനത്തെ നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം പാലിക്കാത്ത വെള്ളത്തിന് ഈ കൈ ഒഴിവാക്കുന്നതാണ്. അവസാന നിർദ്ദേശമാണ്. വെള്ളം പുറകോട്ട് വേണ്ടേ, മുട്ടാൻ വെള്ളം 1.5 പുറകോട്ട് വേണ്ടേ, കൈ ഒഴിവാക്കും. സ്കൂളിൽ കഴിയും, യാതൊരു സംശയമില്ല. വെള്ളം പുറകോട്ട് പിടിക്കണ്ടേ, ബാർ വെക്കണ്ടേ, ബാർ വെക്കണ്ടേ, ബാർ വെക്കണ്ടേ. വെള്ളം പുറകോട്ട് പിടിക്കാൻ വെക്കട്ടെ. പള്ളി പുറകോട്ട് വേണ്ടേ. ആരെയും പറ്റിക്കത്തില്ല, നിങ്ങൾ ധരിക്കണ്ട. ഞങ്ങൾ ആരെങ്കിലും മുമ്പ് ഇട്ട് ആരെങ്കിലും പുറകിട്ട് അടിക്കത്തില്ല. നിങ്ങൾ വെള്ളം പുറകോട്ട് വേണ്ടി. ഈ 7ാം നമ്പർ എവിടെ എത്ര മണി കിടക്കുന്നത് എന്നാ ഇല്ലല്ലോ. ഇവിടെ 60ാമത് ജലമേളയുടെ ആവേശകരമായ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം പാദ മത്സരം കഴിഞ്ഞു. 2ാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു. 60ാമത് ജലമേള ഇത്രയും ഗംഭീരമായി നടക്കുന്നത്, ഈ ജലമേള സ്പോൺസർ ചെയ്തിരിക്കുന്നത് PACL ലിമിറ്റഡ് ആണ്. ഈ ജലമേളയെ മൊത്തമായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് PACL ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അത്യന്തം ആവേശകരമായ മത്സരത്തിന്റെ 2ാം പാദ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കായലിലെമ്പാടും ഈ മത്സര ട്രാക്കിൽ മുഴുവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏതാണ്ട് മധ്യഭാഗത്തോളം അതിൽ കൂടുതലും വെള്ളത്തിൽ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരത് ശ്രദ്ധിക്കണം. ഈ വള്ളംകളിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്. ഒരു കാരണവശാലും ഒരാളെ പോലും വെള്ളത്തിൽ വള്ളം തുഴഞ്ഞു വരുമ്പോൾ കിടക്കാൻ അനുവദിക്കരുത്. ഏതാണ്ട് 100 കണക്കിന് ആൾക്കാർ വെള്ളത്തിൽ ഇപ്പോഴുമുണ്ട്. പോലീസ് കർശനമായി ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ മാസ്റ്ററിന്റെ ജഡ്ജ് തങ്കച്ചൻ പാട്ടത്തിൽ വന്ന് അറിയിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും മികച്ച മാസ്റ്ററിൽ അവതരിപ്പിച്ചത് പായിപ്പാട് ചുണ്ടനാണ്. അവർക്കാണ് 1ാം സമ്മാനമെന്ന് ജഡ്ജ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുട്ടേൽ കൈനകരിയും വെള്ളംകുളങ്കരയും കാരിച്ചാലും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും തമ്മിലുള്ള ഫൈനൽ പ്രാഥമിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഈ മത്സരങ്ങൾ അങ്ങ് നിന്ന് ആരംഭിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാം. ഏതായാലും അത്യുജ്വലമായ ഒരു മത്സരത്തിന് വേദിയൊരുങ്ങുകയാണ്. അങ്ങ് പുന്നമടക്കായലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചിട്ടുണ്ട്. മുട്ടേൽ കൈനകരി ഞാൻ പറഞ്ഞതുപോലെ കളിക്കളങ്ങളുടെ രാജാവാണ്. കളിക്കളങ്ങൾ അടക്കി ഭരിച്ചിട്ടുള്ള 4 ജലരാജാക്കന്മാർ, 11 വർഷക്കാലം നെഹ്റു ട്രോഫി അടക്കി ഭരിച്ചിട്ടുള്ള മുട്ടേൽ കൈനകരി, UBC കൈനകരി, മുട്ടേൽ കൈനകരി എന്ന വള്ളത്തിൽ UBC യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരിയാണ്. റൺസ് ചാക്കോ, വാഴക്കളം, കുട്ടമംഗലം ബിയോണ് എന്നീ ക്യാപ്റ്റനെങ്കിൽ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങരയുടെ അഭിമാനമായി മാറിയിട്ടുള്ള വെള്ളംകുളങ്ങര ദേശത്തിന്റെ വെള്ളംകുളങ്ങര ബോട്ട് ക്ലബ്ബാണ്. G മുരുകൻ ഇളവുന്തറയാണ് ഇതിന്റെ ക്യാപ്റ്റനെങ്കിൽ കാരിച്ചാൽ ജലചക്രവർത്തിയായ കാരിച്ചാലിൽ തിരുവാർപ്പും ആൻഡ് മണിയാവറമ്പ് നവജീവൻ ബോട്ട് ക്ലബ്ബ് 2 വർഷക്കാലം ഇവിടെ മത്സരിച്ച് ജയിച്ച് ചരിത്രമുള്ളവരാണ്. ഒറ്റയ്ക്കൊരു ക്ലബ്ബുമായി ഇനി പോകാൻ സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകളുണ്ട്. തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബുമായി യോജിച്ചുകൊണ്ട് അവർ തിരുവാർപ്പ് മണിയാവറമ്പ് ബോട്ട് ക്ലബ്ബ് എന്ന പേരിൽ ജെയിംസ് കുട്ടി ജേക്കബ് തെക്കേച്ചിറയിൽ തിരുവാർപ്പിന്റെ ക്യാപ്റ്റനായിട്ടുള്ളവരെങ്കിൽ 3ാം ട്രാക്ക് 4ാം ട്രാക്കിലൂടെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി FBC ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കേരി ആൻഡ് വേണാട്ടുകാടാണ് അവരെ ഇവിടെ നയിക്കുമ്പോൾ. ഇവിടെ 4 ജലരാജാക്കന്മാർ തമ്മിലുള്ള ഉശിരൻ പോരാട്ടം അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുട്ടേൽ കൈനകരിയും വെള്ളംകുളങ്ങരയും കാരിച്ചാലും ആയാപറമ്പ് പാണ്ടിയും തമ്മിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും തമ്മിലുള്ള തീവാറുന്ന മത്സരങ്ങൾക്ക് ഈ പുന്നമടക്കായൽ അണിഞ്ഞൊരുങ്ങിയായി. ഇവിടെ 1000 ചേർന്ന് നിന്നുകൊണ്ട് ആർപ്പ് വിളിക്കുമ്പോഴേ 4 അടപ്പങ്കായങ്ങള് 5 അടപ്പങ്കായങ്ങള് നീട്ടി കുത്തിയെറിഞ്ഞുകൊണ്ട് 1 മില്ലി സെക്കൻഡെങ്കിലും തങ്ങളുടെ ചുണ്ടൻ വെള്ളത്തെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള വ്യഗ്രതയിൽ ആബാലവൃത്തങ്ങൾ അല്ലെ തുഴച്ചിക്കാരും പങ്കായക്കാരും താളക്കാരും ചേർന്നുകൊണ്ട് ഈ പുന്നമടക്കായിൽ ഇടിമുടക്കം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് 60ാമത് നെഹ്റു ട്രോഫി ആരാണ് മുത്തമിടുന്നത് അതിന് തങ്ങൾക്ക് പ്രാഥമിക മത്സരത്തിലെ 1ാം സ്ഥാനത്തെത്തിയെങ്കിൽ മാത്രമേ ഫൈനൽ മത്സരത്തിൽ 60 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാടിലൂടെ സന്ദർശിച്ച കുട്ടനാട്ടിലേക്ക് തന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊടുത്ത വെള്ളിച്ചുണ്ടലിൽ ചാർത്തിക്കൊടുത്ത പണ്ഡിറ്റിയുടെ കയ്യൊപ്പുള്ള ഈ നെഹ്റു ട്രോഫി നേടുന്നതിന് വേണ്ടിയുള്ള
അത്യുജ്വലമായ മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ളതുകൊണ്ട് 4 ഒന്നാം ട്രാക്കിലൂടെ മുട്ടേൽ കൈനഗരി, ചരിത്രമുള്ള മുട്ടേൽ കൈനഗരി, UBC കൈനഗരിയുടെ യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ മുട്ടേൽ കൈനഗരിയാണെങ്കിൽ 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര അല്പം മാറിയിട്ടുണ്ടെങ്കിൽ 3ാം ട്രാക്കിൽ ജലചക്രവർത്തിയായ കാരിച്ചാൽ, തിരുവാർപ്പാന്റെ മണിയാപറമ്പ് ബോട്ട് ക്ലബ്ബ് കടന്നു വരുമ്പോഴേ ഇതാ 4ാം ട്രാക്കിലൂടെ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കാരിച്ചാലും മുട്ടേൽ കൈനഗരിയും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. വള്ളങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയിട്ടുള്ള UBC കൈനഗരി ഈ കുട്ടനാട്ടിലെ എന്നും ആർപ്പ് വിളികളുള്ള ആരവങ്ങൾ മുഴക്കി കുട്ടനാടിന്റെ ചരിത്രത്തിൽ പേരും പെരുമയും സമ്പാദിച്ച പേരും ആവേശവും ഉണ്ടാക്കി വെച്ച അർജുനില്ലാത്ത 18ാം യുദ്ധമുണ്ടോ എന്ന് ചോദിച്ച ഒരു കാലഘട്ടത്തിൽ ചോദിച്ച യുണൈറ്റഡ് ബോട്ട് ക്ലബ് UBC കൈനഗരിയുടെ മുട്ടേൽ കൈനഗരിയാണെങ്കിൽ ഈ വടല ജലചക്രവർത്തിയായ കാരിച്ചാൽ, മണിയാർപറമ്പിന് ചരിത്രമുള്ള കാരിച്ചാലും ഉണ്ടെങ്കിൽ മുട്ടേൽ കൈനഗരിയുടെ ചുണക്കുട്ടികൾ, കറുത്ത കുതിരകൾ, ബാലസിംഹങ്ങൾ, ഇരപിടിക്കുന്ന മുമ്പേ പോകുന്ന മാന്യ ഓടിച്ചിട്ട് ഇരപിടിക്കുന്ന സിംഹത്തെ പോലെ തങ്ങളുടെ കൈകാലുകൾ പിൻകാലുകളിൽ ബലം കൊടുത്തുകൊണ്ട് UBC കൈനഗരി, മുട്ടേൽ കൈനഗരി ഇതാ കടന്നു വരികയാണ് 1ാം ട്രാക്കിലൂടെ. ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് UBC കൈനഗരിയുടെ മുട്ടേൽ കൈനഗരിയും കാരിച്ചാലും തമ്മിലുള്ള പോരാട്ടമാണ്. മുട്ടേൽ കൈനഗരി ഏതാണ്ട് വ്യക്തമായ വിജയം കരസ്ഥമാക്കി കൈപ്പിടിൽ ഒതുക്കിക്കൊണ്ട് UBCയുടെ ജേഴ്സി അണിഞ്ഞ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മുട്ടേൽ കൈനഗരി ഇത് വളരെ വ്യക്തമായ വിജയം കരസ്ഥമാക്കി അരമുക്കാ വള്ളപ്പാടുകൾക്ക് മുന്നിലൂടെ ഫിനിഷിംഗ് പോയിന്റിലെ 100 മീറ്റർ ഉള്ളപ്പോൾ അവരുടെ താളം മുറുക്കി, തൊടമുറുക്കി, ആവേശം മുറുക്കി ഇതാ കടന്നു വരികയാണ്. ഇവിടെ ഊത്തും ബഹളവും ഒക്കെയായി കാണികൾ എല്ലാം മറന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പൊടി പറക്കുകയാണ്, തീ പറക്കുകയാണ്, തുണ്ടം വെള്ളം പറക്കുകയാണ്. അരമുക്കാ വള്ളപ്പാടുകൾക്ക് മുൻപിലൂടെ സുന്ദരമായി 5 പങ്കേക്കാർ കുത്തിയെറിഞ്ഞ് UBC തർക്കമില്ലാത്തൊരു വിജയത്തിന് ഉടമയായിക്കൊണ്ട് ഇത് കടന്നു പോകുകയാണ്. ആർപ്പ് വിളികളും ആർവങ്ങളുമായി 2ാമത് കാരിച്ചാലെത്തുമ്പോഴേ 3ാമത് വലിയൊരു പാഞ്ചി, 4ാമത് വെള്ളംകുളങ്ങര എത്തുന്നുണ്ട്. എന്നൊരു വാശിയുള്ള മത്സരം പുന്നമടയിലെത്തിയിരിക്കുന്ന ജനങ്ങൾക്ക്, ജനമഹാസമുദ്രത്തിന് സദ്യയുണ്ട് വയറ് നിറഞ്ഞതുപോലെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന, അക്ഷകൂടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, കണ്ണിലെ കറുത്ത കരിമിഴികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ പൊടിപൂരം അല്ലെങ്കിൽ കാഴ്ചയുടെ പൂരം സമ്മാനിച്ചുകൊണ്ട് 60ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ശ്രീ ജോസഫ് പിള്ളംകുളത്ത് മൈക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ഷാജി ചെയർമാൻ കാവാലം. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സ് കടന്നുപോയി. അങ്ങനെ ആവേശകരമായ മത്സരം കടന്നുപോയി. ഇനി നടക്കേണ്ടത് പ്രാഥമികപാത മത്സരത്തിലെ 3ാമത്തെ ഹീറ്റ്സാണ്. കരുത്തരായ 4 ജലരാജാക്കന്മാര് എണ്ണം പറഞ്ഞ് തുഴയെറിഞ്ഞ് കുട്ടനാട്ടിലെന്നല്ല കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ചരിത്രം കുറിച്ച 4 ജലരാജാക്കന്മാർ. 1ാം ട്രാക്കിൽ 19ാം നമ്പർ വള്ളം ആയാപറമ്പ് പാണ്ടി പുത്തൻ ചുണ്ടനാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നീരണിഞ്ഞ കരുത്തനായ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആരാണ് അതിനെ നയിക്കുന്നത്? ബൈജു പി പുളിമൂട്ടിലാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ കുട്ടനാട് ബോട്ട് ക്ലബ് മാമ്പഴക്കരിയാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 18ാം നമ്പർ വള്ളം കരുവാറ്റ പുത്തൻ ചുണ്ടൻ. ജൂനിയർ CBC ചങ്ങങ്കരി അതിനെ അണിയിച്ചൊരുക്കുമ്പോഴേ KC കുഞ്ഞുമോനാണ് അതിന്റെ ക്യാപ്റ്റൻ. 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു ചരിത്രമുറങ്ങുന്ന ചമ്പക്കുളം 16ാം നമ്പർ ചമ്പക്കുളം ചുണ്ടൻ. ടൗൺ ബോട്ട് ക്ലബ് കല്ലട മൺറോത്തുരുത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്നതെങ്കിൽ മാർഷൽ ജോസഫാണ് അതിന്റെ ക്യാപ്റ്റൻ. 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചമ്പക്കുളം 3ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോഴേ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 2004-ലെ നെഹ്റു ട്രോഫി ജേതാവായ കരുത്തനായ ചെറുതന 12ാം നമ്പർ വള്ളം. 2004-ൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പുന്നമടയിലെ കുഞ്ഞോളങ്ങൾക്ക് മുമ്പിൽ ഇതിഹാസം രചിച്ച ചെറുതന കുമരകം ബോട്ട് ക്ലബ്ബാണ് അതിനെ അണിയിച്ചൊരുക്കിയിരുന്നെങ്കിൽ KS സലിമോനാണ് അതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ ആവേശകരമായ രീതിയിലെ പ്രാഥമികപാത മത്സരത്തിലെ 3ാമത്തെ ഹീറ്റ്സ് അങ്ങ് ആരംഭിക്കുവാൻ അങ്ങ് വടക്ക് പുന്നമടയിൽ തയ്യാറെടുക്കുമ്പോഴേ എല്ലാ കണ്ണുകളും അങ്ങനെ അങ്ങ് വടക്കോട്ട് അങ്ങനെ ലക്ഷ്യത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇക്കുറി ഇരു കരകളിലും ആയിരങ്ങള് 10,000 അങ്ങനെ ആവേശ തിമിർപ്പാലെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു എങ്കിൽ എന്താണ് 60ാമത് ജലമേള? ഇത് വണ്ടിജി കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിനം കൂടിയാണ്.
പ്രിയമുള്ളവരെ, 1952 കോട്ടയത്ത് നിന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ, കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ചാച്ചാജിയെ, അങ്ങനെ കുട്ടനാടൻ ജനത കയ്യിലേന്തി ഇങ്ങനെ ജലമാർഗം കൊണ്ടുവന്നപ്പോഴേ 9 ജലരാജാക്കന്മാർ അങ്ങനെ മൺട്രോത്തുരുത്തിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ചു. അതിന്റെ സ്മരണ പുതുക്കുന്ന ഈ നെഹ്റു ട്രോഫി 955 മുതൽ പുന്നമടക്കായലിൽ ഇതേ സ്ഥലത്ത് നടക്കുമ്പോൾ ഇക്കുറി അതിന്റെ 60ാമത് വാർഷികം നടക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ ആയാപറമ്പ് പാണ്ടിയും കരുവാറ്റ പുത്തൻചുണ്ടനും ചമ്പക്കുളവും ചെറുതനയും തമ്മിൽ ആവേശകരമായ രീതിയിൽ മത്സരിച്ചു വരികയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതനയാണെന്ന് തോന്നുന്നു അല്പം മുൻപിൽ. എന്നാൽ ചമ്പക്കുളം വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. കരുവാറ്റ പുത്തൻചുണ്ടനും ആയാപറമ്പ് പാണ്ടിയും വിട്ടുകൊടുക്കുന്നില്ല. എന്തൊരു വരവാ! ഒപ്പത്തിനൊപ്പം ഒരു ചരടി കെട്ടിപ്പിടിച്ചതുപോലെ അടനയമ്പ് അങ്ങനെ കൊടച്ചക്രം പോലെ കറങ്ങുക. തുഴക്കാര് മുന്നോട്ട് കുനിഞ്ഞ് വെള്ളത്തിൽ കുത്തി വെള്ളത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് ജലജെറ്റ് പോലെ, എഴുതുവിട്ട ശരം പോലെ, കാഞ്ചി വലിക്കപ്പെട്ട വെടിയുണ്ട പോലെ അങ്ങനെ ചീറിപ്പായുന്ന മനോഹരമായ ഒരു കാഴ്ച. ഇതാ, അതെ, 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറുതന അങ്ങനെ കുതിക്കുക, ചിറക് വെച്ച് പറന്ന് അങ്ങനെ കുതിക്കുക. ചെറുതനെ എന്തൊരു വരവാ, എന്തൊരു കുതിപ്പാ, എന്തൊരു ആവേശമാ! എന്നാൽ വിടുന്നുണ്ടോ അയാപറമ്പ് പാണ്ടി? പുത്തൻചുണ്ടന അവനും തൊട്ടുറകിലുണ്ട്. എന്നാൽ ചമ്പക്കുളവും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ കരുവാറ്റ പുത്തൻചുണ്ടൻ അല്പം പിന്നിലാണെങ്കിലും ആവേശകരമായ രീതി 17ാം നമ്പർ വള്ളം, അതെ 17ാം നമ്പർ വള്ളം ചെറുതന, 12ാം നമ്പർ വള്ളം ചെറുതന. എന്തൊരു വരവാ, എന്തൊരു കുതിപ്പാ! ഒരു കുതിപ്പ് അടനയും പഞ്ചും അങ്ങനെ കുടച്ചക്രം പോലെ കറങ്ങുക. ഇതാ ചെറുതന പ്രതിയോഗികളെ അമ്പേ പിന്നിലാക്കി അങ്ങനെ കുതിച്ചു വാഞ്ഞ് കടന്നുപോയെങ്കിൽ തൊട്ടുപിറകിലായി അയ്യാപറമ്പ് പാണ്ടിയും ചമ്പക്കുളവും ഒപ്പത്തിനൊപ്പം. എന്തൊരു വരവാ! ഒരു 2ാം സ്ഥാനത്തിന് വേണ്ടി പ്രാഥമിക പാദ മത്സരത്തിൽ ഇതാ അയ്യാപറമ്പ് പാണ്ടി കുതിക്കുന്നു. എന്തൊരു കുതിപ്പ്! 19ാം നമ്പർ വള്ളം അയ്യാപറമ്പ് പാണ്ടി ഇഞ്ചോടിഞ്ച് കുതിച്ച് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. 16ാം നമ്പർ വള്ളം ചമ്പക്കുളം ചരിത്രമുറങ്ങുന്നതാണ്. 8 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടതാണ്. ഇക്കൊരു 3ാം സ്ഥാനത്തേക്ക് കടന്നുപോയെങ്കിൽ ഇതാ തൊട്ടുപിറകിലായി കടന്നു വരുന്നു കരുവാറ്റ പുത്തൻചുണ്ടൻ. 970കളിലെ വീരനായകനായിരുന്നു പഴയ പച്ചച്ചുണ്ടൻ. കരുവാറ്റക്കാർ 1977 വിലയ്ക്ക് വാങ്ങി കരുവാറ്റ പുത്തൻചുണ്ടൻ എന്ന് പേര് നൽകി. ഏതാണ്ട് 2008 പുതുപ്പണി കൂടി നടത്തിയെങ്കിലും തികഞ്ഞ കായിക സ്പിരിറ്റോടുകൂടി എല്ലാ തനിമയോടും കൂടി ഈണമാർന്ന താളത്തില് അവരും തുഴയെറിഞ്ഞതാ. ഏതാനും അടികൾ മാത്രമുള്ളപ്പോൾ ഇത് അരയൊന്ന് ഇളക്കിയിട്ടുണ്ട്, തലയൊന്ന് മുറുക്കിയിട്ടുണ്ട്, തൊഴയൊന്ന് മുറുക്കിയിട്ടുണ്ട്. എന്തൊരു വരവാ! പഴമയുടെ വീരനായകനും അങ്ങനെ കടന്നുപോയി. ഇത് പറയുമ്പോഴേ പ്രാഥമിക പാദ മത്സരത്തിലെ 2ാമത്തെ ഹീറ്റ്സിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. 1ാമതായി മുട്ടേൽ കൈനകരി, UBC കൈനകരിയുടെ മുട്ടേൽ കൈനകരി കടന്നുപോയെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് 7ാം നമ്പർ വള്ളം കാരിച്ചാലും കടന്നുപോയി. തൊട്ടുപിറകിലായി 3ാം സ്ഥാനത്ത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി കടന്നുപോയി. 4ാം സ്ഥാനത്തേക്ക് വെള്ളംകുളങ്ങരയും. തുടർന്നുള്ള വിവരണം ഇടവേളയ്ക്ക് മൈക്ക് സ്റ്റുഡിയോയിലേക്ക്. ഇനി 4ാമത് ഹീറ്റ്സ് ആണ് ആരംഭിക്കാനുള്ളത്. പായ്പാടൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ദേവസ് 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ശ്രീ ഗണേശൻ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. കരുവാറ്റ ശ്രീ വിനായകൻ 4ാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. പായ്പാട് ബോട്ട് ക്ലബ്ബ്, പായ്പാട് ഹരിപ്പാട്, സാമ്പിലിപ്പ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ മത്സരിച്ചു കഴിഞ്ഞ വള്ളം ട്രാക്കിലൂടെ തിരിച്ചു പോകരുത്. വള്ളംകളിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണത്. വടക്ക് നിന്ന് ഒരു ഹീറ്റ്സ് കൂടി മത്സരം വരാനുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് മത്സരത്തിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ്. വള്ളം ഒരു കാരണവശാലും ട്രാക്കിലൂടെ തിരിച്ചു പോകരുത്. വള്ളംകളിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ട്രാക്കിലൂടെ തിരിച്ചു പോകാൻ പാടുള്ളതല്ല. വള്ളംകളിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണത്. 4 ചുണ്ടൻ വള്ളങ്ങൾ വടക്കിൽ നിന്ന് മത്സരിച്ചു വരുന്നുണ്ട്. ട്രാക്കിലേക്ക് പ്രവേശിച്ച വള്ളങ്ങൾ തിരിച്ചു പോകണം. വളരെ സുന്ദരമായ ഒരു മത്സരത്തിന്, ആവേശജനമായ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതുവരെ വള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ജീവൻ മരണ പോരാട്ടം. പായിപ്പാട്ടിന് ചരിത്രമുണ്ട്, ദേവസിന് ചരിത്രമുണ്ട്, ശ്രീഗണേശന് ചരിത്രമുണ്ട്. അങ്ങനെ ജനലക്ഷങ്ങളെ ഇരമ്പി ആർത്തു നിൽക്കുന്ന ജനലക്ഷങ്ങളെ ചിറക് വെച്ച കുതിരയെ പോലെ, സർപ്പത്തെ പോലെ പറന്നു വരുന്ന കരിനാഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ തങ്കനാഗങ്ങളും ഉണ്ട്, പൂരിക്കാച്ചിയ പൊന്നുപോലെയുള്ള ചുണ്ടൻ വള്ളങ്ങളും ഉണ്ട്. അങ്ങനെ കരിനാഗങ്ങളും തങ്കനാഗ
കുതിരവാഹനങ്ങളും പടക്കുതിരകളുമായ 4 ജലരാജാക്കന്മാർ പായിപ്പാടൻ. അങ്ങനെ കുട്ടനാടിന്റെ ജലപ്പരപ്പിന് കൈക്കരുത്തെറിഞ്ഞ് തുഴക്കരുത്തെറിഞ്ഞ് മെയ്ക്കരുത്തെറിഞ്ഞ് മനക്കരുത്തെറിഞ്ഞ് തുടങ്ങി വരുന്ന ജലരാജാക്കന്മാര് ഇപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വള്ളം വിട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? 1 ഇഞ്ചിന് വ്യത്യാസം വന്നാൽ അത്രയ്ക്ക് വ്യത്യാസം ഇവിടെ വരും. ഇഞ്ചിട മാറിയാൽ നെല്ലിട മാറിയാൽ എല്ലിട മാറിയാൽ വില്ലിട മാറും. അതാണ് കുട്ടനാടൻ ശൈലി. അതായത് 4 ജലരാജാക്കന്മാർക്കും ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. വെള്ളത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഈ ജലരാജാക്കന്മാർ കുട്ടനാടിന്റെ സ്വന്തമാണ്. അധ്വാനിക്കുന്ന കർഷകന്റെ സ്വന്തമാണ്. അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിയുടെ സ്വന്തമാണ്. നാടും തോടും വീടും മേടും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കാഹളി പാടുകയാണ്. ഇതിഹാസ കാഹളി പാടുകയാണ്. അധ്വാനത്തിന്റെ കാഹളി പാടുകയാണ്. അതുകൊണ്ട് അവന്റെ വിനോദോപാധിയായി മാറിയത് പണ്ഡിത ജീവനോപാധിയായിരുന്നു. ചുരുളം വള്ളത്തിൽ തുഴഞ്ഞു അവന്, ഓടിവള്ളത്തിൽ തുഴഞ്ഞു അവന്, തെപ്പിപ്പുള്ളത്തിൽ തുഴഞ്ഞു അവന്, കേവ് വള്ളത്തിൽ തുഴഞ്ഞു. ഇപ്പൊ നമ്മുടെ കേവ് വള്ളമല്ലേ ഹൗസ് ബോട്ടായിട്ട് മാറിയത്. എന്തൊരു രൂപപരിണാമം! പക്ഷെ ചുണ്ടൻ വള്ളത്തിന് കഴിഞ്ഞ 600 വർഷമായിട്ട് രൂപപരിണാമം വന്നിട്ടില്ല. നീളത്തിൽ മാറ്റം വന്നിരിക്കാം, വീതിയിൽ മാറ്റം വന്നിരിക്കാം. പണ്ടൊക്കെ 41.25 കോൽ നീളമുണ്ടായിരുന്ന ചുണ്ടൻ വള്ളം ഒരു കോലെന്ന് പറഞ്ഞാൽ ഏകദേശം 75 സെന്റിമീറ്റർ വരും. 10-60 അങ്കുലം വണ്ണം. ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ 1962 കോഴിമൂക്ക് നാരായണനാചാരി പച്ച എന്ന് പറയുന്ന ചുണ്ടൻ വള്ളം 44.25 കോൽ നീളത്തിലങ്ങ് നീട്ടി 50 അങ്കുലം വണ്ണത്തിൽ മാറ്റിയപ്പോൾ ചുണ്ടൻ വള്ളത്തിന് രൂപഭേദം വന്നു. ഇന്ന് കണ്ടില്ലേ, പണ്ട് അമരത്തിന് 15 അടി ഉയരമുണ്ടായിരുന്നു ജലപ്പരപ്പിൽ നിന്നെങ്കിൽ ഇന്ന് 11-12 അടിയേ ഉള്ളൂ. വള്ളത്തിന് നീളം കൂട്ടി, വീതി കുറച്ചപ്പോൾ മത്സരത്തിന് സ്പീഡ് കൂടി. 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1300 മീറ്ററോളം തുഴഞ്ഞു വരിക എന്ന് പറയുന്നത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. പക്ഷെ അത് കുട്ടനാട്ടുകാരന് സാധ്യമാണോ? പത്തനംതിട്ടക്കാരന് സാധ്യമാണ്, കൊല്ലംകാരന് സാധ്യമാണ്, അങ്ങനെ കാസർഗോഡുകാരന് താല്പര്യമാണ്. കാസർഗോഡ് വരെ ഇന്നെത്തിയിരിക്കുകയാ. അങ്ങനെ ജനലക്ഷങ്ങളെ മുഴുവൻ ആവേശത്തിന്റെ ഉത്സാഹ പരപ്പിലൂടെ ഈ ഓളപ്പരപ്പിലെ കൈക്കരുത്തിന്റെ മെയ്ക്കരുത്തിന്റെ മനക്കരുത്തിന്റെ ഇതിഹാസ കാകലി പാടുന്ന 4 ജലരാജാക്കന്മാർ 4ാമത് ഗീസിൽ മത്സരിക്കുകയാണ്. പായിപ്പാടൻ 10ാം നമ്പർ വള്ളം 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പായിപ്പാട് ബോട്ട് ക്ലബ്ബാണ് അതിനെ നയിക്കുന്നത്. സാം ഫിലിപ്പ് എഡ്വിൻ വില്ലയാണ് അതിന്റെ ക്യാപ്റ്റൻ. 2ാം ട്രാക്കിലൂടെ 9ാം നമ്പർ വള്ളം ദേവസ് വരികയാണ്. ഏഞ്ചൽ ബോട്ട് ക്ലബ്ബ് മഞ്ചാരിക്കരി അച്ഛൻ കുഞ്ഞ് 3 തൈക്കലാണ് അതിന്റെ ക്യാപ്റ്റൻ. 3ാം ട്രാക്കിലൂടെ 3ാമത് രജിസ്റ്റർ വള്ളം ശ്രീ ഗണേശൻ. ഫ്രീഡം ബോട്ട് ക്ലബ്ബ് കൈനകരി ജിജി പൊള്ളയിൽ തോട്ടുവാത്തല കൈനകരിയാണ് അതിന്റെ ക്യാപ്റ്റൻ. കരുവാറ്റ ശ്രീവിനായകൻ 5ാം നമ്പർ വള്ളം 4ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അമൃത ബോട്ട് ക്ലബ്ബ് സൗത്ത് പറവൂർ എറണാകുളം. ടി.എ. അശോകൻ തെക്കേ ഈലികാട് സൗത്ത് പറവൂർ എറണാകുളം. നോക്കുക, എറണാകുളത്തിന്റെ പ്രതിനിധിയുണ്ട്, കൊല്ലത്തിന്റെ പ്രതിനിധിയുണ്ട്, ആലപ്പുഴയുടെ പ്രതിനിധിയുണ്ട്, കുട്ടനാടിന്റെ പ്രതിനിധിയുണ്ട്. ഇവിടെ ഒരു ജനസഞ്ചയമാണ്, ഒരു സംഘാരതാളമാണ്, എരിപിരി കൊള്ളുന്ന മത്സരമാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിന് ആ വഞ്ചിപ്പാട്ടിന്റെ തുടിതാളം അങ്ങ് മാറിയിട്ട് ഡും 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 എന്നുള്ള ആ താളം. മിനിഞ്ഞാന്ന് ഇവിടെ ഡ്രാഗൺ ബോട്ട് റേസ് നടന്നു. അവര് ഡ്രം അടിച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയാ. ഇന്നലെ ഇവിടെ ബി ഗ്രേഡ് ഓടിവള്ളങ്ങളുടെ മത്സരം നടന്നു. അപ്പോഴൊക്കെ കുട്ടനാട്ടുകാരും തത്തമ്പള്ളിക്കാരും പുന്നമടക്കാരും ആലപ്പുഴക്കാരും ഒക്കെ വരവേൽപ്പ് നൽകുകയാണ്. വള്ളത്തിന് ആർപ്പോ ഒരു വിളി അങ്ങോട്ട് വിളിച്ചാൽ ഇടിനാദം മുഴങ്ങുന്ന വിളിയാണ്. അത് കേട്ടാൽ ഏത് ഓടാത്തവനും ഓടും, ഏത് ചാടാത്തവനും ചാടും. അങ്ങനെ 4 അടവങ്കായങ്ങൾ ഇങ്ങനെ കുത്തിയെറിഞ്ഞു വരുമ്പോൾ വള്ളം നീട്ടിയത് കൊണ്ട് 4 ഇപ്പം പങ്കായം 5. പങ്കായം 5, ഇടിയൻ 2. പണ്ട് ചവിട്ടായിരുന്നു, ചവിട്ടുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ചവിട്ടി അങ്ങ് വള്ളത്തെ വിട്ടെങ്കിൽ ഇന്ന് 2 ഇടിയന്മാർ ഒരേ താളത്തിലിരിക്കുകയാണ്. അത് വലിയ കലയാ. കാരണം താളം തെറ്റാൻ പാടില്ല. താളം തെറ്റിയാൽ 90-90 കൂട്ടുകാരി ഇടിക്കുന്നവനിട്ട് ഇടി വിട്ടു. അങ്ങനെ പരുവത്തില്ല, ആരാണേലും ചാടിപ്പോകും. ഇപ്പൊ ഇവിടെയൊക്കെ ഈ തീരത്തൊക്കെ തെങ്ങേരൊക്കെ ആൾക്കാരിരിപ്പുണ്ട്, നമ്മളെക്കാൾ വലിയ വള്ളങ്ങൾ പ്രേമികൾ. അവരുടെ വള്ളം മുന്നോട്ട് ചാടിയാൽ ആവേശത്തിന് കൈപിടിക്കും, തട്ടി താഴോട്ട് വീഴും. അതും അവർക്കൊരു രസമാണ്. തലയിലെ തോർത്തുടുത്ത് എറിഞ്ഞുകൊണ്ട് കേറി വാടാ എന്നങ്ങോട്ട് വിളിക്കുമ്പോൾ ആരാ രോമാഞ്ചമണിയാത്തത്? ആരാണ് രോമാഞ്ച കഞ്ചുകം ധരിക്കാത്തത്? ആരാണ് വിജൃംഭിതരാകാത്തത്, അഭിമാനപരിതരാകാത്തത്? എന്തിനാണെന്നറിയാവോ മാന്യ ശ്രോതാക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെ നീട്ടി പറയുന്നത്? വള്ളം വിട്ടിട്ടില്ല,
വള്ളം വിട്ടു. കാരണം ഇങ്ങ് വന്നു. കാരണം എന്റെ മുന്നിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്. അവരെ വല്ലതും കുറ്റം പറയാൻ പറ്റുമോ? അവരും ആവേശപരരാ. പായിപ്പാടിന് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 2005, 2006, 2007 നെഹ്റു ട്രോഫി നെഞ്ചോടടുപ്പിച്ച് വർണ്ണമുത്തം, വിജയമുത്തം, തങ്കമുത്തം നിർത്തിയ പായിപ്പാടൻ ഒന്നാം ട്രാക്കിലൂടെ ദേവസ് ഇടിമിന്നല് പോലെ എതിരാളികളെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് അവരെ അസ്തപ്രജ്ഞരാക്കുന്ന ദേവസ് അങ്ങനെ ചാട്ടുളി പോലെ കടന്നു വരുന്നു. ശ്രീഗണേശൻ 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1300ഓളം മീറ്റർ തുഴഞ്ഞെത്തി എതിരാളികളെ കിടിലം കൊള്ളിച്ച ശ്രീഗണേശൻ, കരുവാറ്റ ശ്രീ വിനായകൻ, അങ്ങനെ 4 ജലരാജാക്കന്മാർ കുതിച്ചു വരികയാണ്. പായിപ്പാട്ടുകാർക്ക് ചരിത്രമുണ്ട്. നോക്കുക, ഇവിടെ വന്ന വള്ളങ്ങളിൽ ഏതാണ്ട് 10 വള്ളവും അങ്ങ് ഹരിപ്പാട് പായിപ്പാട് സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നതാ, കരുവാറ്റ സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നതാ. ഞങ്ങളുടെ AR-ന്റെ ബഹുമാന ഡയറക്ടറെ, ഞങ്ങളുടെ മുരളീധരൻ സാറിന്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാ ഈ വള്ളങ്ങളിൽ ഏതാണ്ട് 10 വള്ളവും. കാരണം അവരില്ലെങ്കിൽ ട്രോഫി ഇല്ലാത്ത പരുവത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ജവഹറും പായിപ്പാടും ആനാരിയും വള്ളംകുളങ്ങരയും വലിയവാഞ്ചിയും കാരിച്ചാലും ഒക്കെ അവിടുന്ന് വരികയാ. പക്ഷെ ഇവിടെയും ഉണ്ട് വള്ളങ്ങൾ. നോക്കുക, പായിപ്പാട്, ദേവസ്, ശ്രീഗണേശൻ, കരുവാറ്റ, ശ്രീ വിനായകൻ, ഈ 4 വള്ളവും തെക്കൻ സൈഡാ. ഈ 4 വള്ളവും തെക്കൻ സൈഡ് തന്നെയാ. 4ാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന വള്ളങ്ങള് ഓർക്കുക, ഇതാ വന്നു കഴിഞ്ഞു. സുന്ദരമായ ഒരു മത്സരമാണ്. അങ്ങനെ വെള്ളി ഉരുക്കി ഒഴിച്ചതുപോലെ അങ്ങനെ കിടക്കുന്ന ഈ ജലാശയത്തിന്റെ വിരിവാറിലൂടെ ഓളപ്പാത്തുകളെ ഉന്മാദം ചെയ്തുകൊണ്ട്, അവരെ ഉന്മാദ നൃത്തം ആടിച്ചുകൊണ്ട്, ആ ഓളപ്പാത്തുകളിലെ വെള്ളങ്ങൾ പളുങ്കുമണികളോട് വാരിയെറിഞ്ഞുകൊണ്ട് 4 ജലരാജാക്കന്മാരിലെ 400 തടച്ചിക്കാര് അങ്ങനെ തുഴഞ്ഞു വരികയാണ്. 400 തടച്ചിക്കാര്, 20 വങ്കായക്കാര്, 10 ഇടിയന്മാര്, ഏതാണ്ട് 95, 45, 100ഓളം താളക്കാര് അങ്ങനെ തുഴഞ്ഞ് ഈ പുന്നമടയെ പ്രകമ്പനം കളിച്ചുകൊണ്ട് കടന്നു വരികയാണോ? ആര് ജയിച്ചു എന്ന് പറയാൻ അങ്ങ് പൊട്ടുപോലെ അങ്ങ് വടക്കൻ ചക്രവാളത്തിലല്ലേ, അങ്ങ് വടക്കല്ലേ, ആ വടക്ക് നിന്ന് വരികയാണ് ഈ 4 വള്ളങ്ങൾ. അങ്ങനെ കിഴക്കുനിന്ന് പടിഞ്ഞാട്ട് 4 ട്രാക്കിലായി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ചക്രവാളത്തില് വെള്ളപ്പൊട്ടുപോലെയും കറുത്ത പൊട്ടുപോലെയും കാണുകയാണ്. കരിനാഗങ്ങളെ പോലെ, വയലാർ പറഞ്ഞതുപോലെ കറുത്ത ചിറകു വെച്ചോരര എന്ന പീഡ പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ്, കൊട്ടു വേണം, കൂടൽ വേണം, ഉരവ വേണം. അങ്ങനെ ആർപ്പോടെ, അമ്പാരിയോടെ, ആനയോടെ, തലയെടുപ്പോടെ കടന്നു വാ, പായിപ്പാടം വാ, ദേവസ് വാ, ശ്രീഗണേശൻ വാ, ശ്രീ വിനായകൻ വാ. ഞങ്ങൾക്ക് നിങ്ങളെ 4 പേരെയും സന്തോഷമാണ്, അഭിമാനത്തോടെ വരവേൽക്കുന്നു. കണ്ടില്ലേ, അങ്ങ് പടിഞ്ഞാറക്കരയിലെ ജനത്തിന്റെ ആരവം കണ്ടില്ലേ? അവർ ഇരമ്പി ആർക്കുകയാണ്. ചിറക് വെച്ച സർപ്പങ്ങളെ പോലെ കുതിച്ചു വരികയാണ് 4 ജലരാജാക്കന്മാർ. അമ്പമ്പോ പടക്കുതിരെ പോലെ അമ്പടം, അമ്പ, മുമ്പ, കൊമ്പ, നിന്റെ ഒരു വരവ്, എന്തൊരു വരവായത്! ജനങ്ങളങ്ങ് മറന്നുകയാണ്. അപാലവൃദ്ധം ജനങ്ങൾ എല്ലാം മറന്നു നിൽക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ വെള്ളത്തുള്ളികളെ കണ്ണാടി കഷ്ണങ്ങൾ വലിച്ചെറിയുന്നത് പോലെ വെള്ളത്തുള്ളികളെ ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് ആ 4 ജലരാജാക്കന്മാരും പായിപ്പാടൻ പാഞ്ഞു വരുമ്പോൾ, ദേവസ് കുതിച്ചു വരുമ്പോൾ, ശ്രീഗണേശൻ പറക്കുമ്പോൾ, കരുവാറ്റ മീർനായെ പോലെ അവനിങ്ങനെ തുഴഞ്ഞു വരികയാ. ആര് ജയിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. ഡാക്കിച്ചെറ എന്ന് പറയാൻ നമ്മുടെ ചെറുമുറിയില്ലേ, അവിടം വരെ എത്തിയതേ ഉള്ളൂ. ഇവിടെ ആരംഭം കൂത്തിരിക്കുക. ഇതാ തുഴഞ്ഞ് ഇതാ ഇങ്ങ് എത്തിക്കഴിയുകയാണ്. 4 വള്ളങ്ങളിലെ ദേവസ് 9ാം നമ്പർ വള്ളം ദേവസ് അതിങ്ങനെ കുതിച്ചു വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. 2ാം നമ്പർ വള്ളം ദേവസ് ഇല്ല, ശ്രീഗണേശൻ വിടുന്നില്ല. ശ്രീഗണേശൻ